നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നടത്താനിരുന്ന കല്യാണം അലങ്കോലാക്കിയിട്ട് നീ നിന്റെ ചായക്കടയിലെ ജോലിക്കാരിയുടെ ബന്ധുവിന്റെ കല്യാണം നടത്തിയല്ലേ? ഇട്ടോളൂ. ഇതിന് സത്യഭാമ മറുപടി തന്നിരിക്കും. നിന്റെ ചമ്പ് കത്തുന്ന മറുപടി. ഇപ്പൊ നീ സന്തോഷിച്ചോ? എന്നെ നാണം കെടുത്തിയിട്ട് നിനക്ക് ജയിക്കാനായെന്ന് പറഞ്ഞ് നീ സന്തോഷിച്ചോ? പക്ഷേ ഈ സത്യഭാമ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ശാലിനി, നിന്റെ പ്രസംഗം നന്നായി, പ്രവർത്തിയും. ഇനിതാ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? ഞാൻ ഈ പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തതാ, ഞാൻ നടത്തുന്ന സമൂഹ വിവാഹത്തിൽ വെച്ച് ഇവളുടെ വിവാഹം നടത്തി കൊടുക്കാന്ന്. സത്യമേ, ഈ പെൺകുട്ടി ഇപ്പോ അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുക. അതിന് സർവേശ്വരനോട് നന്ദി പറയാ വേണ്ടത്. ശാലിനി, ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലെ പണിക്കാരിയുടെ പേരെന്താ? ശാന്ത അല്ലേ? ശാന്തയുടെ ആരാ ഈ പെൺകുട്ടി? ചെറിയമ്മയുടെ മകൾ. അപ്പൊ അതാണ് കാര്യം. ശാന്തയുടെ ചെറിയമ്മയുടെ മകളെ കൊണ്ട് ഈ ചെറുക്കനെ കെട്ടിക്കാൻ വേണ്ടി നീ നടത്തിയ നാടകമാണ് ഇപ്പൊ ഇവിടെ അരങ്ങേറിയത്. ഇവൻ കാണിച്ച കൊള്ളരുതായ്മയെ കുറിച്ചൊന്നും പറയുന്നില്ലേ? ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരെ പിള്ളേരൊക്കെ അല്ലേ വിവാഹത്തിന് മുൻപ് ചില കുസൃതികളൊക്കെ കാണിച്ചെന്നിരിക്കും. വിവാഹം കഴിഞ്ഞ് കുട്ടികളുള്ള സ്ത്രീകൾ കാണിക്കുന്നു. ഞാൻ വിശദമാക്കി തരണ്ടല്ലോ. പിന്നാണോ ഇത്? എന്തായാലും നടന്നു. ഇനി ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. കളക്ടർ എന്ന നിലയിൽ അതും നിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഈ പെൺകുട്ടിക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലായ സ്ഥിതിക്ക് മറ്റൊരു പയ്യനെ കണ്ടെത്തണം, ഇതിന്റെ വിവാഹവും നടത്തണം. അതെല്ലാവരും കൂടി ഉത്സാഹിച്ചാൽ നടത്താവുന്ന കാര്യമല്ലേ? അത് നമുക്ക് ഉടനെ ആലോചിക്കാം. നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പയ്യനെ നമുക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. എങ്കിൽ ഞാനൊരു പേര് പറയാം. നിങ്ങൾക്കൊക്കെ സ്വീകാര്യമാണെങ്കിൽ അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം നടക്കും. വേറെ ആരുമല്ല, എന്റെ മകൻ വിഷ്ണു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.